ഏലക്ക, അണ്ടിപ്പരിപ്പ്, പൈനാപ്പിൾ എസൻസ് ഒക്കെ എടുത്താ? എടുത്തായിരുന്നു. എനിക്ക് 1/4 കിലോ ഗ്രാമ്പു. ഡാ മതിയാ? എല്ലാരും വരണം കേട്ടാ. പിന്നെ മൂത്താപ്പയുടെ നമ്പർ ഒന്ന് അയച്ചേക്കൂ. എടുത്തോ. എത്ര പെട്ടെന്നാ എന്റെ കളിത്തോഴന്റെ കല്യാണമായേ. എല്ലാത്തിനും അവന്റെ കൂടെ തന്നെ നിൽക്കണം, അത് മാത്രം മതി എനിക്ക്. അളയാ ഒന്നും മറന്നില്ലല്ലേ? എല്ലാം ഇതിലുണ്ട്. പിന്നെ എന്റെ വക 2 കറുകപ്പട്ടെ. നീ സ്മാർട്ട് അല്ലേടാ. താങ്ക് യു. കല്യാണം കഴിയുമ്പോ നമ്മളൊക്കെ മറക്കോടേ. കല്യാണം കഴിഞ്ഞാൽ എല്ലാരും മറക്കുന്നതാണ്. അപ്പൊ നമ്മളെ വാപ്പ ഉമ്മ അങ്ങ് മറക്കാനുള്ളതാണല്ലേ. നാളെ നിന്റെ ലൈഫിൽ പുതിയൊരാള് വരും. നിന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടും. നിന്റെ സമയങ്ങൾ നീ അവർക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. നമ്മൾ തമ്മിലുള്ള ഈ സമയം കിട്ടാതാവും. നീ എന്താടാ പറയണ? ഇന്നലെ വന്ന അവളെ കണക്കാണാ നീ? ഞാൻ സംസാരിക്കല്ലേ? തെറ്റാണത്. പിന്നെ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, വെറുതെ അനാവശ്യമായി ആരെയും വിളിച്ച് ചോറ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല എന്താണ് പറഞ്ഞു വരുന്നേ? നീ നിനക്ക് ആവശ്യമുള്ളവരെ വിളി. നീ നിന്റെ സന്തോഷ വലയത്തെ വിളി. ശരിയാണല്ലേ, അത് ഞാൻ ആലോചിച്ചില്ല. ഇന്ന് തന്നെ പോയി ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ ശരി, നീ പോ. ആൾക്കാരൊക്കെ വന്നല്ലേ. കവർ. അവൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യം നല്ലോണം നടക്കണേ. എവിടെ പോണ എല്ലാരും രാവിലെ? നമ്മള് കല്യാണത്തിനാണ്. ആരാ? അർഷക്ക് കട കൂട്ടുകാരന്റെ കല്യാണമല്ലേ, വിളിച്ചില്ലേ? നമ്മള് നീ നിനക്ക് ആവശ്യമുള്ളവരെ വിളി. ഒരു ഉപയോഗമില്ലാത്ത ആൾക്കാരെ വിളിച്ച് ചോറ് കൊടുക്കേണ്ടായിരുന്നു. നിനക്കെന്താണ്? ഇന്ന് തന്നെ പോയി ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ആ ലിസ്റ്റിൽ എന്റെ പേരില്ലായിരുന്ന. കല്യാണത്തിൽ പോലടാ നീ നിന്റെ കൂട്ടുകാരെ അർഷക്കിന്റെ ഒട്ടി കിടക്കുന്ന. വയറുവേദന. അയ്യോ പാപം. നീ നിനക്ക് ആവശ്യമുള്ളവരെ സന്തോഷം വലയത്തെ ഒരു ഉപയോഗമില്ലാത്ത ആൾക്കാരെ നിനക്കെന്താണ്? എന്തൊക്കെ സഹായമാണ് ഞാൻ അവനോട് ചെയ്തു കൊടുത്തേക്കുന്നത്? എന്നിട്ട് എന്നൊരു വാക്ക് വിളിക്കാൻ തോന്നിയാ? എണ്ണം പറയാൻ പറ്റാത്ത സഹായങ്ങളാണ് ഞാൻ അവനോട് ചെയ്തേക്കുന്നത്. കള്ളപ്പരിശ മറന്നു കളഞ്ഞവല്ല അനങ്ങാപ്പാറേ. നീ നിനക്ക് ആവശ്യമുള്ളവരെ സന്തോഷം ഒരു ഉപയോഗമില്ലാത്ത ആൾക്കാരെ അർഷക, നീ എത്രയും പെട്ടെന്ന് റോഡിലോട്ട്. എനിക്കൊന്നും കേൾക്കണ്ട, നീ പെട്ടെന്ന് പറഞ്ഞ. ശരി. പെട്ടെന്ന് പറ, എനിക്ക് പോണം. നിന്റെ കല്യാണ ദിവസമായിട്ട് ഒരു കാര്യം നീ മറന്നു. അയ്യോ കുളിച്ചില്ല. ഏറ്റവും വലിയൊരു കാര്യം നീ മറന്നു. നിക്കറിട്ടില്ല. പുല്ലേ, നീ എന്നെ കല്യാണം വിളിച്ചില്ല. എടാ നീ അല്ലേടാ പറഞ്ഞ ആവശ്യമുള്ളവരെ മാത്രം വിളിച്ചാൽ മതി. എന്ന് നിനക്ക് ആവശ്യമില്ലേ? എന്തൊക്കെ ചെയ്തു തന്നേക്കുന്നറാ ഞാൻ നിനക്ക്? നിന്റെ കൂടെ എന്തിനൊക്കെ വന്നേക്കുന്നറാ? എന്റെ വകയിൽ 2 കറുകപ്പെട്ട എക്സ്ട്രാ മേടിച്ചു തന്നില്ലടാ പാപി. നീ നന്ദലത്ത് ചെയ്യാൻ പാടില്ല. ലക്കാലക്ക ഓഫർ ഇറക്കണ കാര്യം നീ എന്റെ അടുത്ത് പറഞ്ഞാടാ. എടാ ഞാൻ അത് പറയാൻ പറയും. 21,000 ക്യാഷ് ബാക്ക്, 2 മാസത്തെ ഫ്രീ EMI, ബെസ്റ്റ് എക്സ്ചേഞ്ച് വാല്യൂ, അൺബീറ്റബിൾ പ്രൈസ് ചലഞ്ച്. ഞാൻ പറയണമെന്ന് കേൾ. പോരാത്തതിന് 25 ബലേനോ കാറുകൾ, 100 സിൽവർ ആൻഡ് ഗോൾഡ് കോയിനുകൾ, 100 ടിവികൾ, വാഷിംഗ് മെഷീനുകൾ, അങ്ങനെ കോടികളുടെ സമ്മാനം. എടാ ഞാൻ അത് പറയാൻ പറയും. നീ ഒന്നും പണയണ്ട. ഓഗസ്റ്റ് 10 മുതൽ 30 വരെ ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞെരക്കടുപ്പിലൂടെ ദിവസേന 1 ലക്ഷം. ഇതൊക്കെ നിന്റെ കല്യാണത്തിന് ഒന്ന് പറയാൻ വേണ്ടിയിരുന്നല്ലടാ ഞാൻ എന്റെ കല്യാണ സമ്മാനമായിട്ട്. അയ്യോ ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞാൻ വെറുതെ നിന്നെ തെറ്റിരിച്ച്. സംസാരിച്ചിരിക്കാൻ സമയമില്ല, മറുപടി ഉറങ്ങാറായി. പോട്ടാ പിന്നെ. അതിനും എന്നെ വിളിച്ചില്ലടാ. അതെങ്കിലും ഒന്ന് വിളിക്കടാ.